ദാ 2024 MT അത് വീണ്ടും വായിക്കുമ്പോൾ അധികാര സ്ഥാനങ്ങൾക്കെതിരെ അന്നും ഇന്നുമുള്ള വിമർശനം എന്ന് വായിക്കാമെങ്കിൽ എം ലീലാവതി ഇന്ന് മാതൃഭൂമി പത്രത്തിൽ എഴുതിയ വരികൾ അത് മണിപ്പൂരിലെ സ്ത്രീകളുടെ ദുരവസ്ഥ കണ്ടെഴുതിയതാണ്. അത് ഇന്ന് ആവർത്തിക്കുന്നത് ഇവിടെ ഒരു പെൺകുട്ടി റോഡിൽ ചവിട്ടുകൊള്ളുമ്പോൾ എഴുതിയതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വിമർശിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പി ചിത്തരഞ്ജൻ ചോദിക്കുന്നത് കൃത്യമാണ്. മാധു, ഇത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ നടത്തുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ ക്രിയാത്മകമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ അത്തരം വിമർശനങ്ങളോട് അത് തെറ്റാണെങ്കിൽ കലഹിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ CPM ഇരുന്ന് വലിയ മാലാഖ ചമയുകയാണ്, സമാധാനത്തിൻ്റെ മാടപ്രാവക ചമയുകയാണ്. അവരെന്തോ വലിയ വായിക്കുന്ന ആളുകൾ, അവർ മാത്രം എഴുതുന്ന ആളുകൾ, അങ്ങനെ ഒരു നെറേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മാത്രമാണ് വായിക്കുന്നവർ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മാത്രമാണ് എഴുതുന്നത്, അവർ മാത്രം ഈ സാഹിത്യ പ്രവർത്തകരുടെ കൂടെയാണ് എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചിത്തരഞ്ജനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഈ വിമർശനം ഉന്നയിക്കുന്നവർ മുഴുവൻ ഞങ്ങളുടെ തന്നെ ആളുകളാണ് എന്നൊരു ധ്വനി വരുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. ഇവിടെ ഈ CPM-നുള്ളിലെ വിഭാഗീയതയുടെ തുടക്കം പോലും പുരോഗമന കലാസാഹിത്യ സംഘത്തിലെ വിഭാഗീയതയാണ് എന്നൊരു നിരീക്ഷണമുണ്ട്. അവിടെ ചങ്ങമ്പുഴ വാഴക്കൊല എഴുതിയ സമയത്ത്, നമ്മുടെ ചിന്തയുടെ വൈലോപ്പള്ളിയുടെ വാഴക്കൊലയല്ല, ചങ്ങമ്പുഴയുടെ വാഴക്കൊല എഴുതിയ സമയത്ത് EMSന്റെ നേതൃത്വത്തിലാണ് ചങ്ങമ്പുഴയ്ക്കെതിരായിട്ടുള്ള വലിയ ആക്ഷേപം ഉണ്ടായത്. അപ്പോൾ സാഹിത്യകാരന്മാർ അവരുടെ ദൈക്ഷണിക ശക്തി ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ സർഗബോധം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രചനകളിൽ തങ്ങളുടെ പാർട്ടി സന്ദേശം ഉണ്ടായിരിക്കണം, പാർട്ടിയുടെ ഇംഗിതം ഉണ്ടായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി കാണിച്ചുകൊണ്ട് EMS നടത്തിയിട്ടുള്ള ഒരു ആക്രമണമുണ്ട്. അത് ചങ്ങമ്പുഴയോട് നടത്തിയിട്ടുള്ള ആക്രമണമാണ്. നിരവധിയായിട്ടുള്ള സാഹിത്യ പ്രവർത്തകർ രണ്ട് ഭാഗത്തുമായി നിന്നുകൊണ്ടുള്ള വലിയ വിഭാഗീയത അക്കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ ഉള്ളതാണ്. അതിനുശേഷം ഇവർ സാഹിത്യ പ്രവർത്തകരോട് അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നവരോട് ഒക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ ഓരോ ഘട്ടത്തിലും, അത് നാടകങ്ങളോടും സിനിമകളോടും എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവർ ബംഗാൾ ഭരിക്കുന്ന സമയത്തല്ലേ തസ്ലീമ നസ്രീന് കൽക്കട്ട വിട്ട് ഓടിപ്പോരേണ്ടി വന്നത്? നിങ്ങൾ സംരക്ഷിച്ചോ തസ്ലീമ നസ്രീനെ? തസ്ലീമ നസ്രീൻ കണ്ണീരോടുകൂടി പറഞ്ഞിട്ടില്ലേ CPM എന്നെ സംരക്ഷിച്ചില്ല എന്നുള്ളത്? CPM ഗവൺമെൻറ്, ജ്യോതി ബസുവിൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഗവൺമെൻറ്റോ ഒന്നും എന്നെ സംരക്ഷിച്ചില്ല എന്ന് കണ്ണീരോടുകൂടി ആ സാഹിത്യകാരിക്ക് പറയേണ്ടി വന്നില്ലേ? എന്തേ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റാതെ പോയത്? സക്കറിയുടെ അനുഭവം എന്താ? ഈ MTയും അതുപോലെ തന്നെ ലീലാവതിയും അതല്ലെങ്കിൽ ബാക്കിയുള്ള സാനു മാസ്റ്ററൊക്കെ മുകുന്ദനുമൊക്കെ പ്രതികരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ഒരു ഭംഗിയന്തരേണ സൂചിപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് സക്കറിയുടെ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കണം. സക്കറിക്ക് പയ്യന്നൂരിൽ സംഭവിച്ചത് എന്താ? കേരളത്തിൻ്റെ മണ്ണിലല്ലേ ഉണ്ടായത്? നിങ്ങളിത് കയറി തല്ലിയില്ലേ? ശാരീരികമായിട്ട് ആക്രമിച്ചില്ലേ? അപ്പോൾ കേരളത്തിലെ തന്നെ എണ്ണം പറയുന്ന സാഹിത്യ പ്രവർത്തകരെ കൈവച്ചിട്ടുള്ളവരാണ് നിങ്ങൾ, ആക്രമിച്ചിട്ടുള്ളവരാണ്. പരസ്യമായി ഒരു പട്ടണ നടുവിൽ വെച്ച് നിങ്ങളുടെ പാർട്ടിയുടെ സ്വാധീന മേഖലയിൽ വെച്ച് നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനവർക്ക് ഭയം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? ഈ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഞങ്ങൾക്ക് അങ്ങ് ഭരിച്ച് നന്നാക്കി കളയാൻ സാധിക്കില്ല, കാരണം ഭരണകൂടം ഞങ്ങളുടേതല്ല, ഭരണം മാത്രമേ ഞങ്ങളുടേതുള്ളൂ. അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഭരണകൂടം നിങ്ങളുടേതാണ്, അങ്ങനെ ആവണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നന്നായി ഭരിക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ പോലെ സായുധ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് വാരിക്കൊണ്ടും അല്ലെങ്കിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ദാബോൽക്കറും കൽബുർഗിയും ഒക്കെ ഗൗരി ലങ്കേഷും ഒക്കെ ജീവനും കൊണ്ട് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെതിരെ CPM-ന്റെ എല്ലാ കാലത്തെയും വിമർശനമാണ്. അതെങ്ങനെയാണ് ഒരു വശം പറഞ്ഞു പോവുക? ഈ പറയുന്ന കൊലപാതകങ്ങളിലൊക്കെ ഞങ്ങളുടെ ഒരാളും പിടിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഫ്രിഞ്ച് എലിമെന്റ്സ് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ ഞങ്ങളുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട. അവിടെ CPM നേതൃത്വം അല്ല, ഞങ്ങളുടെ കാലത്തൊന്നുമല്ല. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അത് ഫ്രിഞ്ച് എലിമെന്റ്സ് നടത്തുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട. ഇവിടെ ഫ്രിഞ്ച് എലിമെന്റ്സ് നടത്തിയിട്ടുള്ള കാര്യമല്ല. CPM-കാർ നേരിട്ടാണ് സക്കറിയെ തല്ലിയത്. വേറെ ഏതെങ്കിലും ഫ്രിഞ്ച് എലിമെന്റ്സ് ആണോ തല്ലിയത്? അല്ലല്ല, CPM-കാർ നേരിട്ട് തല്ലി. ഞങ്ങൾ അങ്ങനെ ഒരു സാഹിത്യ പ്രവർത്തനെ ആക്രമിക്കാൻ നിന്നിട്ടില്ല. ഇവരാണ് ചെയ്തിട്ടുള്ളത്. കൽക്കട്ടയുടെ തസ്ലീമ നസ്രീന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശസ്തയായിട്ടുള്ള ലോകമാതിരിക്കുന്ന ഒരു എഴുത്തുകാരിക്ക് ഓടിപ്പോരേണ്ടി വന്ന സാഹചര്യം ഞാൻ പറഞ്ഞു. ഈ പറയുന്ന അന്നപൂരണി സിനിമ പിൻവലിക്കുന്നത്, മാപ്പ് പറയേണ്ടി വരുന്നതൊക്കെ ഫ്രിഞ്ച് എലമെന്റ്സിനോടാണ്. പക്ഷെ അതിന്റെ ഗുണം ആർക്കാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വികാരം തങ്ങൾക്ക് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെ സന്ദീപാർക്ക് അറിയാവുന്നതാണ്. എൻ്റെ മാധു, കേരളത്തിൽ സിനിമകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയനെ മോശപ്പെട്ട ഛായയിൽ കാണിക്കുന്നു എന്ന പേരിൽ ഒരു സിനിമയ്ക്ക് ഇവിടെ തിയേറ്ററുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നാടകങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഇവരുടെ കാലത്ത് തന്നെ. ഞാൻ എണ്ണി പറയണോ? ഓരോ കാര്യങ്ങൾ എണ്ണി പറയണോ? ഇവർ ഏതൊക്കെ രീതിയിലാണ് സർഗാത്മകമായിട്ടുള്ള രചനകൾ നടത്തുന്ന ആളുകൾക്കെതിരെയുള്ള നിലപാടുകൾ സ്വീകരിച്ചതെന്ന് നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഇപ്പോൾ ചിത്തരഞ്ജൻ പറയുന്നത് പോലെ തങ്ങൾക്ക് അനുകൂലമായ പരിസ്ഥിതി രാജ്യത്ത് രൂപപ്പെടുന്ന
വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഞങ്ങൾക്കങ്ങ് ഭരിച്ച് നന്നാക്കി കളയാൻ കഴിയൂ എന്ന് പറയുന്ന ന്യായീകരണം ഉണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മോദിയെ പരാജയപ്പെടുത്തണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സായുധ വിപ്ലവത്തിന് തയ്യാറാകണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ആയുധമെടുത്ത് നക്സലൈറ്റുകളെ പോലെ മാവോയിസ്റ്റുകളെ പോലെ നിങ്ങൾ പോരാടാൻ തയ്യാറാകണം. അതിന് നിങ്ങൾക്ക് ധൈര്യമില്ല. ഇപ്പൊ ചിത്തരഞ്ജനും പിണറായി വിജയനും ഒക്കെ വാരിക്കൊന്തവും പിന്നെ തോക്കും എടുത്തിട്ട് ഇന്ത്യൻ ആർമിക്കെതിരെ പോരാടാൻ പോകുന്ന ഒരു സന്ദർഭം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരെ കൊണ്ട് കഴിയോ? ഇവരെ കൊണ്ട് കഴിയില്ല. ഇവർ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തെ തന്നെ കുറ്റം പറയുകയാണ്. ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഇവിടെ ചില കുറവുകൾ ഉള്ളത് കൊണ്ടാണ്. ഇനി ഇവർക്ക് എല്ലാ അനുകൂല പരിസ്ഥിതി ഉള്ള സ്ഥലങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ചൈനയിൽ ഇവർക്ക് എല്ലാ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ മാത്രം സർക്കാരാണ്, പ്രതിപക്ഷമില്ല. അവിടുത്തെ അവസ്ഥ എന്താ? അവിടെ സാഹിത്യകാരന്മാർക്ക് മനസ്സമാധാനത്തോടെ സർക്കാർ വിമർശിക്കാൻ പറ്റുമോ? തലവാക്കി ഉണ്ടാവോ? ഇനി ക്യൂബയിൽ പറ്റുമോ? ഇവരുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമുള്ള ഏത് രാജ്യത്താണ് സമാധാനപരമായി ഗവൺമെന്റിനെതിരെ വിമർശനം നടത്താൻ പറ്റുന്നത്? എവിടെയും പറ്റില്ല. ഇവർക്കെങ്ങാനും പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലുള്ള ഒരു ഭരണകൂടമാണ് രാജ്യത്തുണ്ടായിരുന്നതെങ്കിൽ എനിക്കും മാധുവിന് ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുമോ? വീരേന്ദ്രകുമാറും ശ്രേയാംസ് കുമാറൊക്കെ ജയിലായി, യശസ്വരീനായ വീരേന്ദ്രകുമാറിനെ അടക്കം ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചുള്ളത്. വീരേന്ദ്രകുമാർ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം പത്രക്കാരനായിരുന്നു, അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു, ഹൈമദ് അബൂവിലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് ദേശാഭിമാനിയും കൈരളിയൊക്കെ എഴുതിയിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള മോശം വാക്കുകൾക്ക് ചിത്തരഞ്ജൻ ഈ നിമിഷമെങ്കിലും നിങ്ങൾ മാതൃഭൂമിയിലോടൊന്ന് മാപ്പ് ചോദിക്കേ. നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റായിരുന്നു, വീരേന്ദ്രകുമാറിനെതിരെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപമൊക്കെ തെറ്റായിരുന്നു എന്ന് ഈ തത്സമയ ചർച്ചയെങ്കിലും നിങ്ങളൊന്ന് പറയേ. അപ്പൊ നിങ്ങൾ സംസാരിച്ചു പോകുന്നത് അത്ര നല്ല പ്രവണതയില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിഷയത്തിലേക്ക് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി സംസാരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തെറ്റായി എന്തെങ്കിലും പറഞ്ഞു തെറ്റായി എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ പറയുകയില്ല എന്ന് അങ്ങേക്ക് നന്നായി അറിയുകയും ചെയ്യാം. ഞാൻ അങ്ങനെ പറയും എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രതിസന്ധിയിലേക്കായി പോയാൽ ഞാൻ അങ്ങയുടെ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നങ്ങ് വിചാരിക്കുന്നുമില്ല. ഞാൻ മാധുവിനല്ലല്ലോ പറഞ്ഞു, മാതൃഭൂമിയല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ? മാതൃഭൂമിയുടെ ഇപ്പൊ അദ്ദേഹം നേരത്തെ മാധു പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാതൃഭൂമിയിലെ ആളാണെങ്കിൽ പോലും പറഞ്ഞോളൂ എന്ന് ചിത്രഞ്ജനോട് പറഞ്ഞല്ലോ. ആ ഒരു സ്വാതന്ത്ര്യം എനിക്കെന്താ? ഞാൻ പറയുന്നത് MP വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന എഴുത്തുകാരനെതിരെ, ഒരു രാഷ്ട്രീയക്കാരനെതിരെ അല്ല, ആ എഴുത്തുകാരനെതിരെ ഇവർ നടത്തിയിട്ടുള്ള ആക്രമണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തൊക്കെ ഉണ്ടായി കേരളത്തിൽ? ഞാൻ അത് മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതാണ് CPM-ന്റെ നയം. തങ്ങൾക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അവരെ ആക്രമിക്കുക, അവരുടെ വായടപ്പിക്കുക എന്നുള്ളൊരു നയമാണ്. ഇപ്പോൾ അത് നടക്കാതെ പോകുന്നത് MT ആയതുകൊണ്ടാണ്. MT മാത്രം പറയുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാരൊക്കെ ഇപ്പോഴും ഈ പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മൗനം പാലിക്കുന്നു. വാസ്തവത്തിൽ ആരാണ് നോക്കൂ, അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടം നയിച്ചതാരാ? അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാരായിരുന്നു. എന്താ ഇവിടുത്തെ എഴുത്തുകാർക്ക് പറ്റിയിട്ടുള്ളത്? അവരെന്താ പുറത്തു വരാത്തത്? മധുബാലൊക്കെ നടക്കുന്ന കണ്ടില്ലേ? നാണം ഉണ്ടോ? ആ മധുബാലൊക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മണിയടിച്ച് എന്തെങ്കിലും ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. പിണറായി വിജയന്റെ ഭക്തി ഇങ്ങനെ ഓരോ വാക്കുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല പ്രവണതയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങേക്ക് എതിർപ്പുണ്ടെങ്കിൽ അങ്ങേക്ക് കുറിച്ച് എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. ശരി.